നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറയിൽ മോഷണക്കുറ്റം ആരോപിച്ച് 23-കാരന് ചിതറ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം. എസ്ഐയും പോലീസുകാരും ചേർന്ന് സഹോദരിയുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചുവെന്നും സഹോദരിയെ അസഭ്യം പറഞ്ഞുവെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു. സംഭവം പുറത്തു പറയുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്നാണ് പോലീസുകാർ പറയുന്നതെന്ന് യുവാവ് പറയുന്നു. ജൂൺ മാസം 16-ാം തീയതി എന്റെ അച്ഛാമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഗോൾഡ് മോഷണം പോയതിന്റെ പേരിലാണ് എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ആദ്യം വിളിക്കുന്നത്. അങ്ങനെ ഞാനും എന്റെ സിസ്റ്ററും കൂടെ 17-ാം തീയതി രാവിലെ അവിടെ സ്റ്റേഷനിൽ പോയാൽ അടുത്ത SI മാം നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നല്ല സൗമ്യമായിട്ട് രീതിയിൽ അന്ന് പറഞ്ഞിട്ടിട്ട് അതിനുശേഷം പിന്നെ ജൂലൈ 31-ന് ഞങ്ങളെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അതായത് 1.5 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്നുള്ള രീതിയിൽ വിളിപ്പിച്ചത്. അന്ന് അവിടെ ഞാനും എന്റെ ചേച്ചിയും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 10 മണി ആയപ്പോൾ അവിടെ എത്തി. അപ്പോഴേ ചെന്ന ഉടനെ എന്നെ നേരെ അവർ കൊണ്ടുവന്നത് ക്രൈം വിങ് എന്ന് പറയുന്ന 2nd ഫ്ലോറിലെ ഒരു റൂമിലേക്ക്. അവിടെ എന്ന് പറയുമ്പോൾ CCTV ക്യാമറയോ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം ഒരു പ്രാവശ്യം എന്റെ ഫോണൊക്കെ മേടിച്ചു നോക്കി അവര് ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോഴേ തൊട്ട് അവർ നല്ല രീതിയിൽ തെറി വിളിക്കുകയാണ്. നല്ല രീതിക്ക് ചീത്ത തെറി വിളിക്കുമെന്ന് എന്നെ എന്റെ ചേച്ചി അമ്മയൊക്കെ ഒരുപാട് മോശം പറയുക. അതൊക്കെ ചെയ്തിട്ട് അവസാനം അവിടെ തന്നെ പറഞ്ഞു വിട്ടു. എന്നിട്ട് രണ്ടാമത് എന്റെ ചേച്ചിയെ അവർ ചോദ്യം ചെയ്യാനായിട്ട് കയറ്റി. ഇതേ സെയിം ടോണില് ചേച്ചിയെ നീ കള്ളി എന്നുള്ള എടുത്ത് അവര് തന്നെ ആരോപണം ഉന്നയിച്ച് അവര് തന്നെ വിളിച്ച് ഇതേ രീതിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും എന്നെ ഒന്നുകൂടെ വിളിച്ച് ചോദ്യം ചെയ്യിപ്പിച്ചപ്പം എന്റെ ചേച്ചിയുടെ കൂടെ കയറ്റിയിരുത്തി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു, അതായത് മോഷണം പോയി എന്ന് പറയുന്നത് 14-ാം തീയതിയാണ്. അച്ഛൻ കംപ്ലൈന്റ് എടുക്കുന്നത് 16-ാം തീയതിയാണ്. ഇതിനു മുമ്പ് 11-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെ ഞങ്ങളുടെ അക്കൗണ്ടിൽ, ചേച്ചിയുടെ അക്കൗണ്ടിൽ നടന്ന ഒരു 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും അവരെ ഉപദ്രവിക്കുന്നത്. അതിനുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർ പിന്നീടാണ് എടുക്കുന്നത്. ഞാനല്ലേ മോട്ടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നിനക്കിത് ഓർമ്മ കിട്ടുന്നില്ലടാ, ഈ പൈസ എവിടെ നിന്ന് വന്നെന്ന് ഓർമ്മ കിട്ടില്ലടാന്ന് വെച്ചിട്ട് എന്റെ കുത്തിന് പിടിച്ച് അവിടത്തെ ഒരു തൂണുണ്ട്, ആ തൂണിൽ എന്റെ തല ആഞ്ഞടിച്ചിട്ട് എന്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും 2 ചെവിക്കലും മാറി അടിച്ച് തിരിഞ്ഞിന്ന് എന്റെ മുതുകത്ത് മുട്ടിനിടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അപ്പോഴത്തേക്ക് എന്റെ ചേച്ചിയുടെ നിലവിളി കേട്ടോണ്ട് എന്റെ കുഞ്ഞ് താഴെ ഉണ്ടായിരുന്നു. കുഞ്ഞ് ഓടി വന്നിട്ട് എന്റെ കൊച്ചുങ്ങളെ കാണണം, എന്റെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് താഴെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേഷന്റെ അടുത്ത് ആർക്കും കയറി പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ എന്റെ കുഞ്ഞു പറഞ്ഞാൽ എനിക്ക് എന്റെ മക്കളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ പറയാം, എങ്കിൽ നീ ചെന്ന് കയറിക്കോട്, നിനക്ക് കിട്ടാനുള്ള നീ മേടിച്ച് കെട്ടിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അടിച്ചതിന് ശേഷം പോലീസുകാർ അടുത്ത ചെയ്തെന്ന് പറയുമ്പോൾ എന്റെ ഷൂ 2 ഊരി വെപ്പിച്ചിട്ട് വാച്ച് ഊരി വെപ്പിച്ചിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ റൂമുണ്ട്. ഞാൻ ആ റൂമിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ ആ റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് ആ റൂമിന്റെ ഒരു സൈഡിൽ നല്ലൊരു ലാത്തി ഇരിപ്പുണ്ട്. അതായത് അവർക്ക് എന്നെ ഏത് രീതിയിലും ഞാനാണ് കളഞ്ഞെന്ന് വരുത്തി തീർത്തേ പറ്റത്തുള്ളൂ. അവർക്ക് എന്നെ അടിച്ച് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ റൂമിലോട്ട് കയറിയപ്പോഴത്തേക്ക് വേറൊരു പോലീസുകാരൻ വന്നിട്ട് ഈ ഉദ്യോഗസ്ഥനോട് പറയാണ്, സാർ അവിടെ ക്യാമറ ഉണ്ട്, ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് അവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരികയും നമ്മളെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ നടന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നേരെ കടയ്ക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ഡോക്ടറെ ചികിത്സ തേടിയായിരുന്നു. എനിക്ക് പെടലിക്കും തലയ്ക്കും ഇടിച്ചായിരുന്നു. അപ്പം നല്ല പെയിൻ ഉണ്ട്. ഇനിയിപ്പോൾ ന്യൂറോളജിയെ കാണണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ SP-ക്കും ചീഫ് മിനിസ്റ്റർക്കും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും DYSPക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സംഭവം പുറത്തു പറയുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്നാണ് പോലീസുകാർ പറയുന്നതെന്ന് യുവാവ് പറയുന്നു. DYSP, SP, മുഖ്യമന്ത്രി, DGP എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്നാണ് യുവാവ് പറയുന്നത്. പുറത്തിറങ്ങാൻ തന്നെ ഭയമാണെന്നും പറയുന്നു. ഇപ്പോഴും പോലീസുകാരുടെ ഭീഷണി ഉണ്ടെന്നാണ് യുവാവ് പറയുന്നത്.